ഹായ് ഓൾ വെൽക്കം. ഞാൻ എന്താണ് ഈ പാടത്തിരുന്ന് തിന്നുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ തിന്നുന്നത് കായബജിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പാടത്ത് വന്നിട്ട് കായബജി തിന്നാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. ഇവിടെ മോനും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാ മാസവും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സ്ത്രീകളുടെ ജീവിതത്തിൽ എല്ലാ മാസവും ഒരു 7 days കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദിവസങ്ങളാണല്ലേ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ ഈ പീരിയഡ്സ് ദിവസങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഈ പീരിയഡ്സ് ദിവസങ്ങളിലെ ഓരോ സ്ത്രീകൾക്കും പലതരത്തിലുള്ള ശാരീരിക അവസ്ഥകളും അതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാവില്ലേ. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റൊമക് പെയിൻ ഉണ്ടാവും. അതുകൂടാതെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ് എനിക്കും ഉണ്ട് കേട്ടോ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ വിഷയങ്ങളെ പോലും വലുതാക്കി നമ്മൾ ടെൻഷൻ അടിക്കും. അതായത് മറ്റു ദിവസങ്ങളിലൊക്കെ എന്താ പറയാ, നിസ്സാരമായ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളത് തള്ളിക്കളയും, പോട്ടെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയും. പക്ഷെ ഈ പീരിയഡ്സ് ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായ വിഷയങ്ങളെ പോലും നമ്മൾ ഊതിപ്പെരിപ്പിച്ച് അയാൾ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞൂലേ, എന്ന ഹസ്ബൻഡ് ആണെങ്കിൽ അനീഷേട്ട അങ്ങനെ പറഞ്ഞൂല, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, എന്നോട് എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടി ഒരുപാട് വിഷമം അനുഭവിക്കും കേട്ടോ. ഇപ്പൊ ഈ 2 ദിവസം ഞാൻ അനീഷേട്ടന്റെ എന്താ പറയാ തല തിന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്നിട്ട് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയ സമയത്ത് എവറി മന്ത് ഇതൊരു റുട്ടീനായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഈ വഴക്കുണ്ടായി ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി അനീഷേട്ടന്റെ തലടിക്കുക, അതായത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് നമ്മളെ പൈസ ചെലവാക്കിപ്പിക്കും. ഇതെല്ലാ മാസം ഉണ്ടാവുന്ന കാര്യമായിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് തവണ ഞാൻ അനീഷേട്ടനോട് പറയാറുണ്ട്, ഈ സമയങ്ങളിൽ എന്നോടൊന്നും പറയരുത്, എനിക്ക് ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്ന സമയങ്ങളാണ്, അതുകൊണ്ട് എന്നോടൊന്നും പറയരുത് എന്ന് ഞാൻ പറയും. പക്ഷെ എന്നാലും ഈ ഒരു ഡേറ്റ് ആവുന്ന സമയത്ത് മറന്നു പോവാണ്. ഫൈറ്റ് ഉണ്ടാവും കേട്ടോ, ഭയങ്കര ഫൈറ്റ് ഉണ്ടാവും. ഏത് റിലേഷൻഷിപ്പിലായാലും ഫൈറ്റ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഫൈറ്റ് ഉണ്ടാവാത്തവര് എനിക്ക് തോന്നുന്ന ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ലൈഫായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഫൈറ്റിനൊടുവിൽ എനിക്ക് വേണ്ട, എനിക്ക് മതിയായി, എനിക്ക് ഇനി ലൈഫ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ആവാനൊക്കെ പോവും. പക്ഷെ എന്നാലും എവിടെ നിന്നൊക്കെയോ നമുക്ക് ഒരു തിരിച്ചറിവുണ്ട്, എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അനീഷേട്ടനെ എന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം കേട്ടോ. അപ്പൊ ആള് ഇത് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 9 വർഷവും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെ മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ മാനസികമായ പ്രശ്നങ്ങൾ പീരിയഡ്സ് ടൈമിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. ഇത് എന്റെ മാത്രം വിഷയമല്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഉണ്ടല്ലോ, ചില ആൾക്കാർ ഈ സമയത്ത് കൂടുതൽ ഫുഡ് കഴിക്കും, ചില ആൾക്കാർ കൂടുതൽ സംസാരിക്കും, ചില ആൾക്കാർ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കുണ്ട് കേട്ടോ, ഞാൻ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പീരിയഡ്സ് ടൈമിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, അത് ചിലപ്പോൾ 1 day ഫുൾ ഞാൻ കരയും. എന്നിട്ട് ഫൈറ്റ് ആവും, അനീഷേട്ടനായിട്ട് ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റായിട്ട് ഞാൻ പറയാനുള്ളതൊക്കെ എനിക്ക് പറയണം ആളോട്, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു സമാധാനമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും, പറയണതൊക്കെ എനിക്ക് വേണ്ട, എനിക്ക് മതിയായി എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ എന്നാ മതിയായിന്ന് പറഞ്ഞിട്ട് എന്നാ ആളെ പോവാൻ വിടില്ല, ആളെ ഞാൻ അടുത്തന്നെ ഇരുത്തിയിട്ട് ഫുള്ള് എനിക്ക് പറയാനുള്ളതൊക്കെ കേൾപ്പിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡുമാരെ ചൊറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ചില ആൾക്കാർക്കുണ്ടല്ലോ
ഇതറിയില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ, ഞാൻ എന്താണ് ഇങ്ങനെ മാറിപ്പോകുന്നത് എന്നൊക്കെ അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്നിട്ട് ഗിൽട്ട് തോന്നാറുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ പെരുമാറിയത്, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അവരെന്നെ സ്വയം ടെൻഷൻ അടിക്കും. പക്ഷെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രശ്നമല്ല, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ബിക്കോസ് ഓഫ് ഹോർമോണൽ പ്രോബ്ലംസ്. ഓക്കെ, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇത്, അല്ലാണ്ട് നമ്മുടെ പ്രോബ്ലം കൊണ്ടല്ല. അപ്പൊ നമുക്കൊരു ഗിൽട്ട് തോന്നേണ്ട ഒരു കാര്യമില്ല. ഇത് ആണുങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അവര് ഈ ഒരു പീരീഡ് ടൈമിലൂടെ കടന്നു പോകുന്നില്ല. നമുക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളും ടെൻഷനുകളും കാര്യങ്ങളും ഒന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ എന്തൊരു കാര്യമായാലും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണല്ലേ അതിന്റെ ഭീകരത നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ നേരത്തെ പീരീഡ്സ് വരുന്നുണ്ടല്ലേ. ഭയങ്കര കഷ്ടാട്ടോ. അവരിലുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളും മാനസികമായ മാറ്റങ്ങളും ഒക്കെ കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് അവർക്ക് വരുന്നത്. 10-12 വയസ്സിലൊക്കെ പീരീഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന വയറുവേദന, അതുപോലെ തന്നെ മെന്റൽ ടെൻഷനും പ്രഷറും ഒക്കെ വളരെ യങ് ഏജിൽ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ അനുഭവിക്കാന്ന് പറയുമ്പോഴേ ഭയങ്കര കഷ്ടമാണല്ലേ. ഇപ്പം എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 14-15 വയസ്സിലൊക്കെയാണ് പീരീഡ്സ് വരാറുള്ളൂ. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ എന്താ പറയുക, ഈ മെനോപോസ്, ഇത് പീരീഡ്സ് നിൽക്കുന്ന ആ സമയം വരെയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കണം കേട്ടോ. അതിന് ഹാൻഡിൽ ചെയ്യാൻ ആയിട്ടുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെഡിറ്റേഷനും യോഗയും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം കേട്ടോ, നമ്മുടെ ഈ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, എനിക്ക് പീരീഡ്സ് വരാറായി, അതുകൊണ്ടാണ് എനിക്ക് ഈ വക പ്രശ്നങ്ങളെന്നൊക്കെ നമ്മളൊന്ന്